ഞങ്ങൾ ഈ 16 വർഷം കൊണ്ട് ഞങ്ങൾ മോളെയും കൊണ്ട് നടക്കുകയാണ്. അവളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം. അവസാനം നമുക്ക് ഈ സർജറിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നാണ് അവർ ഡോക്ടർമാർ പറയുന്നത്. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ പൂർണ്ണമായും കിടക്കയിലായിരുന്നു അപർണയുടെ ജീവിതം. ഇപ്പോൾ 16 വയസ്സാണെങ്കിലും ശരീരത്തിന് 7 വയസ്സിന്റെ വളർച്ച മാത്രം. ഹൃദയത്തിനും ശ്വാസക്കുഴലിനുമുള്ള അസുഖത്തിന് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ 30 കിലോയെങ്കിലും ശരീരഭാരം വേണം. 24 കിലോ ഭാരമുള്ള അപർണയ്ക്ക് ഹോർമോൺ ഇഞ്ചക്ഷൻ ആരംഭിച്ചിട്ട് 2 വർഷത്തിലധികമായി. ചികിത്സയ്ക്കുള്ള ഭീമമായ തുക താങ്ങാൻ അപർണയുടെ കുടുംബത്തിന് കഴിയില്ല. എൻ്റെ പേര് പ്രവീണ. കുഴുവിള വീട് പാപ്പഞ്ചാണി, തിരുവല്ല എന്നാണ് എൻ്റെ സ്ഥലം. താമസിക്കുന്നത്. എൻ്റെ മകൾക്ക് ഒരു സുഖമില്ലാത്തൊരു മകളുണ്ട്. ജന്മന മോക്ക് ശ്വാസക്കുഴലിനും ഹാർട്ടിനും വാൽവിനൊക്കെ സുഖമില്ലാത്തൊരു മോളാണ്. ഓട്ടിസത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു മോള് ജനിച്ചപ്പോൾ. നടക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു, കിടക്കയിലായിരുന്നു. ഇപ്പം മോക്ക് 15 വയസ്സോളമായി. മോള് ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെ മോക്ക് ഹോർമോണിൻ്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മാത്രമേ മോളുടെ വളർച്ച അവർക്ക് വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തുടക്കം മുതലേ മോളെ ഫിസിയോതെറാപ്പി ചെയ്യുകയും ഓരോ ഡോക്ടർമാരുടെ ഓരോ ചെക്കപ്പ് പറയുന്നതനുസരിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ മോളെ കൃത്യമായിട്ടും കൊണ്ടെത്തിച്ച് മോൾ 9 വയസ്സ് വരെ മോൾ കിടക്കയിലായിരുന്നു. മോളിപ്പോൾ 10 വയസ്സായപ്പോൾ തന്നെ അവർ പറഞ്ഞൊരു ഹോർമോണിൻ്റെ ഇഞ്ചക്ഷൻ ഡൽഹിയിൽ നിന്ന് വരുത്തി ചെയ്ത് കഴിഞ്ഞാൽ മോൾ നടക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ മോൾക്ക് ഹാർട്ടിൻ്റെ വാൽവിന് 3 ഹോളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഈ വൈകല്യം കൂടെ 85% ഉണ്ട്. കണ്ണിന് കാഴ്ച കുറവ്, കൈകാലിന് വളർച്ച ഇല്ലായ്മ, കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഈ ഹോർമോണിൻ്റെ ഇഞ്ചക്ഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാൽവിൻ്റെ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. 30 കിലോ വെയിറ്റ് മോക്ക് വേണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഹോർമോണിൻ്റെ ഇഞ്ചക്ഷൻ വരുത്തി മോക്ക് ഇന്ന് 4 വർഷത്തോളമായി നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് 2 വർഷത്തോളം നമ്മൾ തന്നെയാണ് കയ്യിൽ നിന്ന് വീട് പ്രമാണമൊക്കെ നമ്മൾ കൊണ്ട് പണയം വെച്ചും കടങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെയാണ് നമ്മൾ മോളെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രമാണം ജപ്തി നടപടി വന്ന് ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് പൈസ കൊണ്ട് അടച്ച് അങ്ങനെ ജപ്തിയിലാണ് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോഴും മോക്ക് പിന്നെ ഈ ഹോർമോണിൻ്റെ ഇഞ്ചക്ഷൻ ഒരു 6 മാസത്തോളം നമുക്ക് മുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒരു 1.5 വർഷത്തോളം നമുക്ക് സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മരുന്ന്. ആ മരുന്ന് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഡോക്ടർ നമ്മൾ ചെന്നപ്പോൾ പറഞ്ഞ് മരുന്ന് നമ്മൾ എടുക്കണം, പൈസ ഫണ്ട് എന്തോ ഇല്ല, നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 4 മാസത്തോളം എടുത്ത് ഇപ്പോൾ ഒരു 2 മാസത്തോളം മരുന്ന് മുടങ്ങി നമ്മളെ കൊണ്ട് അടയ്ക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഈ 90,000 രൂപ അടയ്ക്കണം. അടച്ചാൽ മാത്രമേ നമുക്ക് ഈ മരുന്ന് നമുക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് മോക്ക് പെട്ടെന്നൊരു പനി വന്ന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് പോയപ്പോൾ ഓക്സിജൻ്റെ അളവ് മോളുടെ ബോഡിയിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ അവർ ആശുപത്രി ശാന്തിവേള ആശുപത്രിയിൽ നിന്ന് 108 മെഡിക്കലിലാക്കി. അവിടെ ഞങ്ങളിപ്പോൾ 10-20 ദിവസത്തോളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടന്ന്. അപ്പോൾ മോളുടെ വാൽവിൻ്റെ സർജറി എമർജൻസി ആയിട്ട് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അപർണയും കുടുംബവും. മൊസൈക് ടണേഴ്സ് ബിൽട്രോം എന്ന അപൂർവ രോഗമാണ് തിരുവല്ലം അയ്യമംഗലത്ത് മേലെ അഭിനഭവനിൽ ജയന്റെയും പ്രവീണയുടെയും ഇളയ മകൾ അപർണ ജയന. ജനിച്ച് 9 വർഷം ഒരേ കിടപ്പിലായിരുന്നു. ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയെങ്കിലും ശരീരത്തിന് ശക്തിയില്ലാതെ വീഴുകയാണ്. ശ്വാസക്കുഴലിന് വികസനമില്ലാത്തതിനാൽ കട്ടിയുള്ള ആഹാരം കഴിക്കാനാകില്ല. ഹൃദയവാൽവിൽ 3 ബ്ലോക്കുകളുണ്ട്. ഗ്രോത്ത് ഹോർമോൺ നൽകി ആരോഗ്യം വീണ്ടെടുത്താൽ മാത്രമേ ഹാർട്ടിന്റെ വാൽവിലുള്ള ശസ്ത്രക്രിയ ചെയ്യാനാകൂ. കൂടാതെ ഒരു കണ്ണിന് കാഴ്ച കുറയുന്നുമുണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷന്റെ മരുന്ന് ഡൽഹിയിൽ നിന്നാണ് വരുത്തുന്നത്. ഇതിനായി മാത്രം മാസം 50,000 രൂപ വേണം. ആ ഫുഡൊന്നും കൊടുക്കാതെ രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ 7 മണിക്ക് കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് കൊണ്ട് കിടത്തി. അന്ന് ഒരു ടെസ്റ്റ് ക്യാമറ വെച്ചുള്ള ഒരു സെൻട്രോസ്കോപ്പിൻ്റെ ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് മോക്ക് ചെയ്തപ്പോൾ നടന്നില്ല. മോളത് നന്നായിട്ട് ശ്വാസക്കുഴൽ അടവാണ്. അപ്പോൾ അതുവഴി വെള്ളം പോലത്തെ ആഹാരങ്ങളാണ് കഴിക്കുന്നത്. ഫുഡൊന്നും ചോറ് അങ്ങനെയൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. പാനീയം പോലത്തെ രൂപത്തിലാണ് അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സർജറി ഈ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നടന്നില്ല. അങ്ങനെ അവർ 1.5 മാസത്തെ സമയം നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ബാക്കിയുള്ള എല്ലാ ടെസ്റ്റും ചെയ്തതിന് ശേഷം നമുക്ക് വാൽവിൻ്റെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും മോള്
പിന്നെ ഓക്സിജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് മോൾക്ക് ശ്വാസം കിട്ടാതെ മോള് രാത്രി ഹൃദയമെടുപ്പും കിട്ടാതെ ഉള്ള ഒരു അസ്വസ്ഥതയിൽ നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാറുണ്ട്. അടുത്തുള്ള BNB ഹോസ്പിറ്റൽ, ശാന്തിവേള, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ 5ഓളം ഹോസ്പിറ്റലുണ്ട്. അവിടെ എത്തിച്ചാണ് നമ്മൾ മോളെ ഓക്സിജൻ കൊടുത്ത് നമ്മൾ മോളെ കൊണ്ടുവരുന്നത്. ഇപ്പം മോളുടെ ബോഡി കുറച്ച് നീരാണത്, ഇത് മുഖത്തെ വണ്ണമല്ല, കുറച്ച് ഇന്നലെ മുതലൊരു നീരുണ്ട്. ഇപ്പം മോൾക്ക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ 10-15 ലക്ഷം രൂപയോളം നമുക്കിപ്പോഴും ഇത് വേണം സാർ. അതാണ് നമ്മുടെ ഇപ്പം ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ അവർ ഈ എന്തോ ഒരു ഇതിലോട്ട് നരേന്ദ്രമോദി സാറിൻ്റെ എങ്ങോട്ടാണ് ഒരു ഇതിലോട്ട് മോളുടെ സർജറി അതിൽ നടത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അതിൽ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യണമെന്നാണ് അവിടെ നിന്ന് അവർ പറഞ്ഞത്. ഈ മോളുടെ ഒരു സർജറി ഹോർമോൺ ഇഞ്ചക്ഷൻ വരെ നമുക്ക് പുറത്തു നിന്നാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഇല്ല, നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നല്ല ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നാണ് ആ മരുന്ന് വരുത്തിയാണ് ഈ മോളുടെ ഇഞ്ചക്ഷൻ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 1.5 വർഷം കൂടെ ഉണ്ട് മോളുടെ. 30 കിലോ വെയിറ്റ് മോൾക്ക് വേണം. ഹൃദയമിടിപ്പ് കുറയാതിരിക്കാനും അണുബാധ ഉണ്ടാകാതിരിക്കാനും മരുന്ന് കഴിക്കണം. ഇനിയും 1 വർഷം കൂടി ഹോർമോൺ ഇഞ്ചക്ഷൻ നൽകണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ. അച്ഛൻ ജയൻ കൂലിപ്പണിക്കാരനാണ്. ഇതിനോടകം ചികിത്സയ്ക്കായി 20 ലക്ഷം രൂപ ചെലവായി. താമസിക്കുന്ന കാലപ്പഴക്കം ചെന്ന വീട് ജപ്തി ഭീഷണിയിലാണ്. അപർണയുടെ ചികിത്സയ്ക്ക് സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ആരെങ്കിലും ഒരാളെങ്കിലും വന്ന് മോളെ സർജറി ചെയ്യാൻ, ഒരു സ്പോൺസറെങ്കിലും ആരെങ്കിലും നമ്മളെ വീട്ടിൽ വന്ന് കണ്ട് ഈ മോളെ ഏറ്റെടുത്ത് സർജറി ചെയ്ത് എൻ്റെ മോളെ രക്ഷപ്പെടുത്തണമെന്നാണ് നമുക്ക് ആഗ്രഹം. നമുക്ക് അതാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങൾക്ക് ആരും 1 രൂപ പോലും തന്നില്ലെങ്കിലും വേണ്ടു സാർ. ഇവിടെ ആരെങ്കിലും ഒരു സ്പോൺസർ വന്നെങ്കിലും ഞങ്ങൾ ഏറ്റെടുക്കണം ഈ മോളെ. ഞങ്ങൾ ഈ 16 വർഷം കൊണ്ട് ഞങ്ങൾ മോളെയും കൊണ്ട് നടക്കുകയാണ്. അവളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണം. അവസാനം നമുക്ക് ഈ സർജറിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നാണ് അവർ ഡോക്ടർമാർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സാർ. ആരെങ്കിലും ഒരാളെങ്കിലും നമുക്കൊരു സഹായം അത് ചെയ്തു തരണമെന്നാണ്. നന്മയുള്ള ആരെങ്കിലും. ഈ ഇഞ്ചക്ഷൻ്റെ തന്നെ ഇത്രയും രൂപയാവുന്നെന്ന് പറയാം. ഞങ്ങൾ പ്രമാണം വെച്ചും ഉരുപ്പടികൾ കടങ്ങൾ മാച്ചും ബന്ധുക്കളിൽ നിന്നൊക്കെ കടമൊക്കെ വാങ്ങിയൊക്കെയാണ് ഇത്രയും ദിവസം പൊയ്ക്കൊണ്ടിരുന്നത്. ലോണ് പോലും അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ ഈ ഇവിടെ പുഞ്ചക്കരി കിരീടം പാലത്തിനോട് ഒരു കുഞ്ഞു കട റോഡിൽ തെരുവിലാണ് ഞാനിപ്പോൾ ഈ മോളുടെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് 1.5 വർഷം 2 വർഷത്തോളം ആ കടയിലാണ് ഞാൻ ഇരിക്കുന്നത്. റോഡിലാണ്, പാലത്തിൻ്റെ അടുത്താണ് എൻ്റെ കടയായിരുന്നത്. ഇപ്പോഴും കടയിലും പോകാൻ കഴിയുന്നില്ല. മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് കടയിൽ പോകാൻ പറ്റില്ല, വീട്ടിലാണ്. ആരെങ്കിലും ഒരാൾ മോളെ നോക്കാൻ വേണം. ഈ സർജറി ഒന്ന് കഴിഞ്ഞ് കിട്ടണം. നമ്മളെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞ് മോളെ നടക്കണം. മോള് സംസാരിച്ച് നല്ല രീതിയിൽ നല്ല മോളെ നടക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഈ 2.5 വർഷം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം. ഇഞ്ചക്ഷൻ ഒന്ന് മുടങ്ങി ഒരു 6 മാസത്തോളം നമുക്ക് പൈസ ഇല്ലാതെ നമുക്ക് എന്നിട്ടും ഞങ്ങൾ കടങ്ങൾ വാങ്ങിച്ചൊക്കെ എടുത്ത് ഇപ്പോൾ ഒരു 2 മാസത്തോളം മുടങ്ങി. ഈ മരുന്ന് ഞങ്ങൾക്ക് കൊടുക്കണം. ഈ ഹോർമോണിൻ്റെ മരുന്ന് ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് എടുത്ത് ചെയ്തേ പറ്റൂ. 1.5 വർഷം കൂടെ ഉണ്ട്. അതിൻ്റെ പുറമെയാണ് സാർ ഈ സർജറിയും കൂടെ വന്നിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ നമുക്കൊരു സഹായം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.